കോഴിക്കോട് ജില്ലയിലെ പ്രകൃതി രമണീയമായ കുറ്റ്യാടി ചുരം. കുറ്റ്യാടിയുടെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മികവിന്റെ കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് ഒരു ജനതയുടെ അറിവിന്റെയും വളർച്ചയുടെയും പുരോഗതിയുടെയും അഭിമാനത്തിന്റെയും മഹാസ്തംഭമായി ഈ സ്ഥാപനം ഉയർന്നു നിൽക്കുന്നു. ഒരു നാടിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പങ്കുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ 1970കളിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഭാവന ചെയ്തു തുടങ്ങിയത്. അതിനായി അഹോരാത്രം പ്രവർത്തിച്ചവരെയും സ്ഥലം സംഭാവന ചെയ്തവരെയും ഈ നാടിന്റെ യഥാർത്ഥ നായകന്മാരായി നമുക്ക് വിശേഷിപ്പിക്കാം. അവർ ഈ വിദ്യാലയത്തിന്റെ സ്മൃതിപഥത്തിൽ എന്നുമുണ്ടാകും. ഓഗസ്റ്റ് മാസത്തിൽ അന്നത്തെ കോഴിക്കോട് ജില്ലാ കലക്ടർ MGK മൂർത്തി സുലൈഖ എന്ന വിദ്യാർത്ഥിനിക്ക് 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ നൽകിക്കൊണ്ട് വിദ്യാലയത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് 2023 50ന്റെ നിറവിൽ നിൽക്കുന്ന ഈ വിദ്യാലയം ഗോൾഡൻ ജൂബിലി വർഷം ആഘോഷിക്കുകയാണ്. അന്ന് തന്നെ ഇവിടുത്തെ ജില്ലാ കളക്ടർ കൈപിടിച്ച് കയറ്റിയിട്ട് ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു. അത് ഓർമ്മിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. അന്നത്തെ ഒരു ഓല ഷെഡിലായിരുന്നു ഞങ്ങൾ. ഇന്നത്തെ ബിൽഡിങ്ങുകളും ലൈബ്രറിയും ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ ജൂബിലി പരിപാടികൾ ആരംഭിക്കുകയാണെന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. 1974 ഓഗസ്റ്റ് 13 ഈ സ്ഥാപനം തുടങ്ങിയത്. ഇസ്ലാമിയ കോളേജിലെ ഒരു ഓല ഷെഡിലാണ് തുടക്കം. ബിൽഡിംഗ്, ഫർണിച്ചർ, മറ്റെല്ലാ സൗകര്യങ്ങളും ആദ്യത്തെ 3 വർഷം നാട്ടുകാർ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു സ്പോൺസറിങ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി സ്ഥലം സംഭാവന നൽകിയത് ബഹുമാനപ്പെട്ട PM ബാവാച്ചി ഹാജി അവർകളായിരുന്നു. സ്പോൺസറിങ് കമ്മിറ്റി പ്രസിഡൻറ്റ് എൻ്റെ പ്രിയ സഹപാഠി നെല്ലിയോളത്തിൽ കുഞ്ഞമ്പത് സാഹിബായിരുന്നു. ആ കമ്മിറ്റിയിൽ പ്രമുഖ വ്യക്തികളായി പപ്പു ഡോക്ടർ, കളോത്ത് അമ്പത് സാഹിബ് മുതലായ ആളുകളുണ്ടായിരുന്നു. ഇന്നത്തെ MLA M കുമാരൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. സ്നേഹത്തിൻ മൺചിരാതെന്നും അടയാതെ കാത്തിടണേ, നന്മതൻ തേൻതുള്ളി ഉള്ളിൽ തുളുമ്പുന്ന പൂക്കളാൽ ഞങ്ങൾ വിരിഞ്ഞിടണേ. ഇടറിൽ പകയ്ക്കുന്ന പ്രാണന്റെ മുമ്പരം മാറ്റാൻ കരുത്തേകണേ. ഞങ്ങളുടെ സ്കൂൾ ഇന്ന് 50ന്റെ നിറവിലാണ്. ഞങ്ങളെല്ലാവരും അതിൻ്റെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ സ്കൂളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം എനിക്കാണെങ്കിൽ ഞാൻ ഈ സ്കൂളിലേക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസോടെയാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ റിയാലിറ്റി എന്ന് പറഞ്ഞ എക്സ്പെക്റ്റേഷൻസിനേക്കാളും മേളിലായിരുന്നു. ഒരുപാട് ഞങ്ങളെ സോഷ്യലി കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഈ സ്കൂളിലുണ്ട്. NSS, NCC, സ്കൗട്ട്, ഗൈഡ്, അതുപോലെ തന്നെ നമ്മുടെ കലാകായികമായ കഴിവിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എസ്തിത് സൈവ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളുടെ വ്യക്തിത്വത്തെ വളർത്താനും ഞങ്ങളെ സോഷ്യലി കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എല്ലാം ഈ സ്കൂളിലുണ്ട്. അപ്പോൾ ഈ ഒരു 50ാമത്തെ വർഷം ഞങ്ങളിവിടെ എത്തി നിൽക്കുമ്പോൾ ഫുൾ എനർജറ്റിക്കായി സുവർണാർവം എന്ന് പറഞ്ഞൊരു പരിപാടിയിലൂടെയാണ് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ഞങ്ങൾ കളറാക്കും, നിങ്ങളും കൂടെ ഉണ്ടാവുമല്ലോ. ആദ്യത്തെ ഹെഡ്മാസ്റ്ററായ എനിക്ക് ഇതിൻ്റെ അഭിവൃദ്ധിയിൽ അങ്ങേയറ്റം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പലരും ഉന്നതമായ സ്ഥാനങ്ങളിൽ എല്ലാ രംഗങ്ങളിലും എത്തിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, അധ്യാപകർ
എന്നിങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും വളരെ പ്രശസ്തരായ പ്രഗത്ഭരായ വ്യക്തികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിദ്യാലയത്തിന് മേൽമേൽ അഭിവൃദ്ധിയും മഹത്വവും ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അരനൂറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ വിവിധങ്ങളായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണാരവം ആഘോഷ പരിപാടികൾ അടുത്ത ഒക്ടോബർ മാസത്തോടുകൂടി അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു വർഷത്തിനിടയ്ക്ക് 50-ാം വാർഷികത്തിൻ്റെ ഭാഗമായി 50 പദ്ധതികൾ 50 പരിപാടികൾ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പ്രൊജക്റ്റുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിപാടികളിലൊക്കെ നിങ്ങളുടെ നിറസാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 1970 കാലഘട്ടങ്ങളിൽ കുറ്റ്യാടി MIP സ്കൂളിൽ നിന്നും 7ാം ക്ലാസ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് പുറമേരിയും വട്ടോളിയും ആശ്രയിക്കേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെയുണ്ടായിരുന്ന മഹത്വ്യക്തികളുടെ ശ്രമഫലമായി കുറ്റ്യാടി ഗവൺമെൻറ് ഹൈസ്കൂൾ സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും 1974 കുറ്റ്യാടി ഇസ്ലാമിയ കോളേജിൽ ഒരു ചെറിയ ഷെഡിൽ സ്കൂളിൻ്റെ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. ഒരു അധ്യാപകനെ വെച്ച് തുടങ്ങിയ ആ സ്കൂൾ മഹല്ല് കമ്മിറ്റിയുടെയും ബാവാച്ചിയാജിയുടെയും ശ്രമഫലമായി കുറ്റ്യാടി മൊതാക്കര കുന്നിൽ പള്ളിയുടെ സ്ഥലം സൗജന്യമായി നൽകുകയും ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്കൂളിൻ്റെ കഴിഞ്ഞ 50 വർഷക്കാലം നമ്മൾ നൽകിയ നിർലോഭമായ പിന്തുണയും സഹകരണവുമാണ് ഇന്നത്തെ രീതിയിലേക്ക് നമ്മുടെ സ്കൂള് എത്താനുള്ള മെയിൻ കാരണം. സ്കൂളിൻ്റെ വികസനത്തിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച സുമനസ്സുകളെ ഓർക്കുന്നതോടൊപ്പം നമ്മുടെ നാട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതിനുവേണ്ടിയാവണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സ്കൂളിൽ പഠിച്ച മുഴുവൻ തലമുറയുടെയും ഒരു മഹത്തായ സംഗമം സ്വർണ്ണാരവം എന്ന പേരിൽ നമ്മൾ ഈ വർഷം ആഘോഷിക്കുന്നത്. ഇതിൽ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധികാരികളുടെയും നിർലോഭമായ സഹകരണം നമുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ IT കൂട്ടായ്മയായ ലിറ്റിൽ കൈറ്റ്സ് ഞങ്ങളും കൂടെ ചേർന്നതാണ്. ഞങ്ങളുടെ വിദ്യാലയത്തിൽ ഇൻ്റർനെറ്റ് അധിഷ്ഠിത വിദ്യാഭ്യാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 1974 കോഴിക്കോട് ജില്ലയിലെ കിഴക്കൻ മലയോര പ്രദേശമായ കുറ്റ്യാടിയിൽ ആരംഭിച്ച കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് പാഠ്യേതര മേഖലകളിൽ മികവിൻ്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ ഹബ്ബായിട്ട് മാറാനുള്ള പ്രയാണത്തിലാണ് വിദ്യാലയം. ഈ വർഷം സ്കൂളിൻ്റെ 50ാം വാർഷികം സുവർണാരവം എന്ന പേരിൽ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടിലെ സ്കൂളിൻ്റെ അഭ്യുതകാംക്ഷികളായ മുഴുവൻ ആളുകളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പമുണ്ട്. സ്കൂളിൻ്റെ വലിയ പരിമിതികളെന്ന് പറയാനുള്ളത്, ഒന്ന് 2000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിന് സ്വന്തമായൊരു പ്ലേ ഗ്രൗണ്ട് ഇല്ല എന്നത് വലിയ ഒരു പ്രയാസമായി സ്കൂൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടുള്ള ക്ലാസ് മുറികളുടെ അപര്യാപ്തതയും ഞങ്ങൾ ഒരു വലിയ ബുദ്ധിമുട്ടായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ കാലയളവിൽ സ്കൂളിൻ്റെ പരിമിതികളെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിയും. അതിന് അധികാരികളുടെയും അതേപോലെ സ്കൂളിൻ്റെ അഭ്യുതകാംക്ഷികളുടെയൊക്കെ സഹായം കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എല്ലാവരെയും ഈ 50ാം വാർഷിക പരിപാടിയിലേക്ക്, സുവർണാരവത്തിലേക്ക് വളരെ ആർദ്രമായിട്ട് ക്ഷണിക്കുകയാണ്. മനസ്സ് നന്നാവട്ടെ. ഞങ്ങളുടെ സ്കൂൾ അതിൻ്റെ 50ാം വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. ഒരു വലിയ സുവർണാവരം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഞങ്ങൾ NSSൻ്റെ പുതിയ യൂണിറ്റ് ഈ പരിസരമെല്ലാം വൃത്തിയാക്കുന്നത്. ഡാൻസും പാട്ടും അങ്ങനെ ഒരുപാട് കലാപരിപാടികളും ഒത്തുകൂടുന്ന ഒരു വലിയ പ്രോഗ്രാം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജൂനിയർ റെഡ് ക്രോസിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളായ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
8, 9, 10 ക്ലാസ്സുകളിൽ നിന്നും 60 കുട്ടികൾ വീതം മുഴുവൻ 180 കുട്ടികളാണ് ഓരോ വർഷവും ജൂനിയർ റെഡ് ക്രോസിൽ അംഗമാകുന്നത്. CRCയുടെ ആപ്തവാക്യം ആരോഗ്യം, സേവനം, സൗഹൃദം എന്നതാണ്. ഇതിനെ മുൻനിർത്തിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് CRC നടത്തുന്നത്. നാമമാത്രമായ കുട്ടികളിൽ നിന്നും ആരംഭിച്ച വളർച്ച, ഓലഷെഡിൽ നിന്നും ബഹുനില മന്ദിരത്തിലേക്കുള്ള പുരോഗതി, വിരലിൽ നിന്നാവുന്ന വിജയശതമാനത്തിൽ നിന്നുള്ള ഉയർച്ച, ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവ്, ഒട്ടനവധി നേട്ടങ്ങൾ ഈ ഒരു കാലയളവിൽ സ്കൂളിന് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞു. ഈ ഒരു നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി പ്രതിനിധി എന്ന നിലയിൽ സന്തോഷമുണ്ട്. സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ കൂടുതൽ ഉത്തരവാദിത്തമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒപ്പം ഗവൺമെൻറ്റിൻ്റെയും കൂട്ടായ പരിശ്രമത്തിലൂടെ സ്കൂളിനെ കൂടുതൽ മികവുറ്റതാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ വിദ്യാലയത്തിൽ ഈ മക്കൾക്ക് വേണ്ടി വെച്ച് വിളമ്പാനും എല്ലാറ്റിനും വേണ്ടി ഞാനുണ്ടായിരുന്നു. ഈ 50ാം വാർഷികത്തിന് ഞാനുണ്ടാകും. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ കൂട്ടായ്മയാണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്. ബി പ്രിപ്പയർഡ്, അതാണ് ഞങ്ങളുടെ മോട്ടോ. 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുമുണ്ട്, നിങ്ങളുമുണ്ടാകണം. മനസ്സ് നന്നാവട്ടെ. ഞാൻ വരുന്നത് വെള്ളിയൂരിൽ നിന്നാണ്. വെള്ളിയൂരിൽ നിന്നും കുറ്റ്യാടി വരെ ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. അതിനിടയിൽ ധാരാളം സ്കൂളുകളുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ ഈ സ്കൂൾ തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ പലതരത്തിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഒത്തുചേർന്നതാണ് നമ്മുടെ ഈ വിദ്യാലയം. പല വിശ്വാസങ്ങളിൽ നിന്നും, പല കാഴ്ചപ്പാടുകളിൽ നിന്നും, പല പ്രദേശങ്ങളിൽ നിന്നുമുള്ളവർ. എങ്കിലും GHSS കുറ്റ്യാടി എന്നാൽ ഒറ്റക്കെട്ടാണ്. ഈ ഒത്തൊരുമ തന്നെയാണ് നമ്മുടെ വിദ്യാലയത്തിന് എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കുന്നത്. കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ SPC കാഡറ്റ് എന്ന ഞാൻ. വി ലേൺ ടു സെർവ്, ഇതാണ് ഞങ്ങളുടെ ആപ്തവാക്യം. ഇത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. SPCയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഗുണങ്ങളും ഞങ്ങൾ ആർജിച്ച കഴിവുകളും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. SPCയിൽ നിന്ന് പാസ് ഔട്ട് ആകുന്ന ഓരോ കാഡറ്റ്സും ഒരു ചേഞ്ച് ലീഡറാണ്. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയഭാരതാംബയ്ക്ക് വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ ഉണരുമീ വേളയിൽ. കലാസാഹിത്യ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും പഠന പാഠ്യേതര രംഗത്തും ഒട്ടനവധി കലാപരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഗ്രൂപ്പാണ് വീവിൻ ക്ലബ്ബ്. വൈവിധ്യമാർന്ന ഒട്ടനവധി കലാപരിപാടികൾ വീവിൻ ക്ലബ്ബിൽ അവതരിപ്പിക്കുന്നുണ്ട്. വായനാ ദിനാഘോഷം, സ്വാതന്ത്ര്യ ദിനാഘോഷം, ഹിരോഷിമ ദിനം എന്നിങ്ങനെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാനടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും ദേശീയ തലത്തിൽ വരെ മുന്നേറിയിട്ടുണ്ട് ഞങ്ങൾ. ഈ 50ാം വാർഷികത്തിന്റെ ഭാഗമായി അന്തർദേശീയ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും സൗകര്യങ്ങളുമാണ് ഞങ്ങൾ ഈ വിദ്യാലയത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അബലയല്ല ചബലയല്ല അഗ്നി എന്ന വൾക്കുപേർ. എന്താണ് സ്കൂൾ എന്ന് വെച്ചാൽ കോൺഫിഡൻസ് എന്നാണ് എൻ്റെ ഉത്തരം. പഠിക്കാനും വളരുവാനുമുള്ള വ്യത്യസ്തമായ അവസരങ്ങൾ ഓരോ വിദ്യാർത്ഥിക്കും ലഭ്യമാക്കാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങളുടെ അധ്യാപകർ. School is not just a place we go to seek knowledge. It's beyond books and pencils. It's a whole new world, a door to a new chapter of life, a life that we can only experience once. I am Zaba Fatima, a +1 student and one of the many gems at Kuttadi High Secondary School. As a student that comes from a foreign country, coming to Kuttadi High Secondary School was like opening a new chapter of my life. I have learned many valuable life lessons. It was like opening new chapters of life that have taught me about humanity and how to be down to earth and understand the difference between each other and how to embrace them. So let's celebrate the golden jubilee year of this school with Kuttadi High Secondary School. സുവർണാരവം എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യവും വർണ്ണാഭവുമായ ആഘോഷ പരിപാടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും
ജനപ്രതിനിധികളും ചേർന്ന് നേതൃത്വം നൽകും. ഭാവിയിൽ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനമാക്കി ഈ സ്കൂളിനെ ഉയർത്തിയെടുക്കുന്നതിനുള്ള സ്വപ്നങ്ങളും ആശയങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള മനുഷ്യരുടെ സംഗമം കൂടിയാണ് ഈ സുവർണാരവം. നമുക്ക് കളറാക്കണ്ടേ? ഉള്ളൊരുക്കങ്ങളുടെ കല്ലുകൾ ഉടയ്ക്കുവാൻ ഉള്ളുറപ്പോടെ നാം ഒന്നായിരിക്കണം. അധിനിവേശങ്ങളെ അകമേ തുരത്തണം, സ്വത്വബോധത്തെ ത്രസിപ്പിച്ചു നിർത്തണം. അതിജീവനത്തിന്റെ അതിവേഗ പാതയിൽ അടരാതെ നന്മകൾ അകമേ ഉറയ്ക്കണം. ആത്മവീര്യത്തിൻ കനലോതി ദീപ്തമാം അതിരുകളില്ലാത്ത ലോകം പുലർത്തണം. ഉയിരിനൊടുക്കത്തെ ഉതിരുന്ന ബിന്ദുവ